ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 3 പാരാലിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആവനി ലക്കരയാണ്. 3 പാരാലിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആവനി ലക്കരയാണ്. കേരളത്തിൽ ഖരമാലിന്യത്തിന്റെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ് തയ്യാറാക്കുന്ന എവിടെയാണ്? പാലക്കാടാണ്. അപ്പം മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ് തയ്യാറാക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് വേദിയാവുന്നവിടാണ്? കൊച്ചിയാണ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് വേദിയാവുന്നത് കൊച്ചിയാണ്. ബംഗളൂരുവിൽ പ്രവർത്തനം ആരംഭിച്ച ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫീസ് ഏതാണ്? അനന്തയാണ്. ബംഗളൂരുവിൽ പ്രവർത്തനം ആരംഭിച്ച ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫീസ് അനന്തയാണ്. ഏകദിനത്തിൽ അതിവേഗം 200 വിക്കറ്റ് തേക്കുന്ന ഇന്ത്യക്കാരൻ ആരാണ്? മുഹമ്മദ് ഷമിയാണ്. ഏകദിനത്തിൽ അതിവേഗം 200 വിക്കറ്റ് തേക്കുന്ന ഇന്ത്യക്കാരൻ മുഹമ്മദ് ഷമിയാണ്. ചെന്നൈയിൽ വെച്ച് നടന്ന നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാർ ആരംഭിച്ച നേത്രരോഗ പരിശോധന പരിപാടി ഏതാണ്? നയനാമൃതം 2.0 ആണ്. അപ്പോൾ കേരള സർക്കാർ ആരംഭിച്ച നേത്രരോഗ പരിശോധന പദ്ധതിയാണ് നയനാമൃതം 2.0. ടൈം മാഗസിന്റെ വിമൻ ഓഫ് ദ ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ ഇന്ത്യക്കാരി പൂർണിമ ദേവി ബർമനാണ്. ആസാം സ്വദേശിയാണ് പൂർണിമ ദേവി ബർമൻ. ടൈം മാഗസിന്റെ വിമൻ ഓഫ് ദ ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ ഇന്ത്യക്കാരിയാണ് പൂർണിമ ദേവി ബർമൻ. ഓക്കെ, താങ്ക് യു ഓൾ.